ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എൻ്റെ നാത്തൂൻ്റെ 73ാം ബർത്ത്ഡേ ആണ്. അതിനായി ഞങ്ങൾ ചോക്കാട് ഒരു വൃദ്ധസദനമുണ്ട്, ശാന്തി സ്ഥലം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് അവർക്കുള്ള ഭക്ഷണം കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഒരുപാട് അമ്മമാരുണ്ട്, അപ്പന്മാർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെ കാണാൻ നമുക്ക് പരിചയപ്പെടാം, പോകാം. അപ്പൊ നമ്മളൊക്കെ അവരെ ഒപ്പമുള്ള വീഡിയോസ് കാണാം. പിന്നെ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ വീടിന്റെ അടുത്തുള്ള കുടുംബശ്രീന്റെ ആൾക്കാരാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും വെജിറ്റേറിയൻ ആയതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്മമാരാണ് എല്ലാവർക്കും ഷുഗർ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സദ്യ പറ്റുള്ളൂ. നമ്മൾ സദ്യ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ്. ഏകദേശം പൂക്കോട്ടുംപാട് എത്താനായിട്ടുണ്ട്. കേക്ക് എന്താ പറഞ്ഞാ കേക്ക് പെരുന്നാളായിട്ട് എല്ലാ കടകളിലും കേക്കില്ല. അപ്പൊ കേക്ക് പറഞ്ഞിട്ട് 11 എത്തുള്ളൂ പറഞ്ഞത്. അതെയോ? പൂക്കോട്ടുംപാട് എത്തിയിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. ടോപ്പസ്, നമ്മൾ ടോപ്സ് എന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. നമ്മൾ സ്ഥിരം വാങ്ങണ കട നിങ്ങൾക്ക് അറിയില്ല. കേക്ക് അവിടെ നല്ല കേട്ടോ. ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ടോപ്സ് എന്നാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതാണ് ടോപ്സ്, പൂക്കോട്ടുംപാട് ടോപ്സ്. ഇതാണ് നമ്മൾ പോയി വാങ്ങിക്കും. ഞങ്ങൾ ഇറങ്ങണ്ടല്ലോ. ഉണ്ട് അവിടെ എത്തില്ലേ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആശ്രമം കേട്ടോ, ശാന്തി സദൻ ആശ്രമം. ഇതാണ് എഴുപത്തിയഞ്ചാമത്തെ പിറന്നാളാണ്. പിറന്നാളിന്റെ എല്ലാ ആശംസകളും അമ്മയ്ക്ക് നേരുന്നു. ഓപ്പാമ എന്നാണ് വിളിക്കുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുകയാണ്. നമുക്ക് കൈയടിക്കാം, പാട്ടുപാടാം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 12 മണിക്ക് എത്തി. 11 മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 70ാം വയസ്സിൽ ബർത്ത്ഡേ കഴിക്കണമെന്ന്. പക്ഷേ 70ാം വയസ്സിൽ ഞാൻ കഴിക്കാൻ പറ്റില്ല, സാഹചര്യത്തില്ല. അപ്പോൾ 73ാം വയസ്സിലാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ നമ്മൾ സന്തോഷം വീട്ടിൽ ആഘോഷിക്കാനാണ് നല്ലത്. ഇവരെ പോലെ അനാഥമായി നിൽക്കുന്ന ഇവരെ കൂടെ നിന്ന് ഇവർക്കും നമ്മൾ ചെല്ലുമ്പോൾ ഒരു സന്തോഷമാണ്. ഇവരെ കൂടെ നമ്മൾ ആടും പാടുകയും ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മളെങ്ങാണ്ട് സന്തോഷമാണ്. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു മാസം മുമ്പേ ഇത് ബുക്ക് ചെയ്തത്. അവരെ കൂടെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്ത് അവരെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്കും നമുക്കും ഒരേപോലെ സന്തോഷം കിട്ടും. അത് ഞങ്ങൾക്ക് ആ ഒരൊറ്റ പോകലിനെ മനസ്സിലായി. ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരും അസുഖബാധിതരും മാനസിക സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ചെന്നപ്പോൾ വളരെ സന്തോഷമായി. ഞങ്ങളെ കുട്ടികളെ എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് സ്ഥലങ്ങൾ ചോദിക്കാനും വളരെയേറെ സന്തോഷമായി. ആ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യമായി തോന്നി. ആർക്കാ ഇത് കിട്ടിയാവോ? മുറങ്ങാണ് സാജനും ബാബുണ്ട്. ഇവരിൽ ഒരുപാട് ആൾക്കാർ മനോഹരമായിട്ട് പാടും. നല്ല നാടൻ പാട്ട്, കലാഭവനി പാട്ട്. ആ പാട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മ്യൂസിക്കിലുണ്ട് നമ്മൾ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിക്കും, അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അത് കാണുമ്പോൾ നമുക്കും മനസ്സിന് കുളിർമയാണ്.
ഞങ്ങൾക്ക് വേണ്ടി അമ്മമാർ കൈക്കൊട്ടിക്കളി കളിച്ചു. മണിച്ചേട്ടന് നല്ല പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താളം പിടിക്കാൻ നമ്മുടെ ടീച്ചർ സിസ്റ്ററാണ് ഇവിടുത്തെ. അപ്പോൾ സിസ്റ്ററാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവരെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു എളിമ വേണം, അല്ലാതെ അങ്ങനെ പെട്ടെന്ന് ദേഷ്യമുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെ കൂടെ നിന്ന് അവരിലൊരാളായിട്ട് അവരെ കൂടെ നിന്നാലേ മാത്രമേ അവരിതൊക്കെ പഠിക്കുകയുള്ളൂ. ഇതെല്ലാം അവരെ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സിസ്റ്റർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അമ്മച്ചിയുടെ 72ാം ബർത്ത്ഡേ ആഘോഷിക്കാൻ അവർ നമ്മളോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ അവര് നമ്മളോടുകൂടി ആയിരിക്കുന്നത് നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷമല്ലേ? ആണോ? അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും സന്തോഷമാണ്. അവർ നമുക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അമ്മച്ചിയുടെ ഇനിയുള്ള ജീവിതകാലത്തിന് വേണ്ടി നമ്മുടെ ഭാവിക്ക്, അതുപോലെ കുഞ്ഞുമക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാവരുടെയും കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളോട് ഇവർ കാണിക്കുന്ന ഒരു ഔദാര്യമാണ്. നേരത്തെ ഭക്ഷണം ഇവരുടെ ഇവിടെ വന്ന് അവർക്ക് വീട്ടിൽ ഘോഷിക്കാൻ പാടില്ല, നമ്മളോട് കൂടി വന്ന് ഘോഷിക്കുക എന്നുള്ളത് അവർ നമ്മളോട് കാണിക്കുന്ന നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ നമുക്ക് ഇവരോടുകൂടി ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാം. പ്രാർത്ഥിക്കട്ടെ. ആശീർവദിക്കൂ ഞങ്ങളെയും. ചോറ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിളമ്പിയിട്ടാണ് കൊടുക്കാം കേട്ടോ. അവർക്ക് എല്ലാവർക്കും പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇത് സപ്ലൈ ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഇവിടെ അന്തവാസികളാട്ടോ. ഇതൊക്കെ കുറച്ച് അവർക്ക് ചില ആൾക്കാർക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ഇരിക്കും, തീരെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്ക് ഇവരെന്നെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമ്മൾ വിളമ്പി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അച്ഛനൊക്കെ കൂടി സഹായിച്ച് ചോറൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചോറൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? രസമുണ്ടോ? ഈ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. ചോറൊക്കെ രസമുണ്ടോ? സാമ്പാറൊക്കെ രസമുണ്ടോ? അല്ലോ? ആ അതെ, ആ രസമുണ്ടല്ലോ. ആ താങ്ക് യു. ഇവരൊക്കെ അനുഭവങ്ങൾ കണ്ട നമ്മൾ നിന്നല്ല കേട്ടോ. നമുക്ക് മക്കളും എല്ലാവരും ഉള്ള ആൾക്കാരാണ്. നമ്മൾ പായസമൊക്കെ വിളമ്പി കൊടുക്കും. അവർക്ക് ഷുഗർ ഫുഡ് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറയും കേട്ടാ. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറയൂ. എല്ലാവരും പാത്രം ഇവിടെ കൊണ്ടുവയ്ക്കും. അതൊക്കെ അവർ സ്വയം ചെയ്യണം കേട്ടോ. വേസ്റ്റ് വന്നിട്ട് വേസ്റ്റിക്കിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇതൊരു കൂടെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കൂടിയുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ അച്ഛനും ഏട്ടനും കൂടി ഇരിക്കണം. അവർ നമ്മൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവരിയ്ക്കുന്നത്. ഏട്ടാ ഫുഡ് എങ്ങനെ ഉണ്ട്? രസമൊക്കെ അടിപൊളി. സാമ്പാറും രസം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അവിയലോ സൂപ്പറാ. നമ്മളെ ഫുഡ്
ഫുഡ് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ സെറ്റാക്കുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് തന്നെ സാധനം കൊടുക്കരുത്. അവർക്കെല്ലാം ഒന്നും കൊടുക്കാൻ പാടില്ല. എന്താ പേര്? എവിടെയാണ്? പൂക്കോട്ടുമണ പരിയങ്ങാട് പറയും. ഒരുപാട് അന്തേവാസികളുണ്ട് കേട്ടോ. എവിടെ ഇവിടെ എത്രയും ഇവിടെ 7-8 കൊല്ലൊക്കായി. ഒരുപാട് പേര് ഇവിടെ ഞാൻ വരുമ്പോ 10-60 പേരുന്നു. പിന്നെ ഒരുപാട് പേര് മരിച്ചു പോയി. പിന്നെ 10 പേരെ അങ്ങോട്ട് മാറ്റി. അവിടെ ഒരു എല്ലാവരും കിടക്കാൻ പോയോ? ഇവിടെ ചോറിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കിടക്കും. 3 മണി വരെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന ഉണ്ട് 3 മണിക്ക്. അപ്പൊ എല്ലാരും വിളിക്കല്ലേ? എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും ക്ലീൻ ആക്കണം ഒക്കെ ചെയ്യലാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കിടക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് ഇനി 3 മണിയൊക്കെ ആകുമ്പോൾ അവർ പറഞ്ഞിട്ട് അവർക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. അതുവരെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ പോയതാണ്. അതിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ സ്ഥാപനം. ഇത് ഇവിടെയുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പൊ ഇവിടെ എത്ര വർഷമായി? 1 വർഷം അല്ലേ? അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങിട്ടോ. അടുത്ത വർഷം കൂടിയല്ല, എത്ര കാലം ജീവിക്കും നമുക്ക് അറിയില്ല. അതൊക്കെ അങ്ങനെ നടക്കും. അതൊക്കെ മനുഷ്യന്റെ ധൈര്യം കൊണ്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ അവർ വാതിലടച്ചിട്ട്. കാരണം എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഓടും, പുറത്തേക്ക് ഓടുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാരുള്ളത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് വാതിലടച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ സ്ഥിരം പണിക്ക് വരുന്ന 3 താത്തമാരുണ്ട്. ആമിന താത്തയും സഫിയ താത്തയും ആസിയ താത്തയും. അപ്പോൾ അവർക്ക് 3 പേർക്കും കൂടി ഓപ്പൺ മാക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിറന്നാളത്തിന് അവർക്കും കൂടി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ ആസിയ താത്ത വന്നിട്ടില്ല, മറ്റു 2 പേരും എത്തി. അപ്പോൾ അവർക്ക് കൊടുത്തേ. അപ്പോൾ അവർക്ക് പെരുന്നാളിനുള്ളതും കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.